കൊല്ലം വൈനാഗപ്പള്ളിയിൽ യുവാവിനെ അച്ഛനും സഹോദരനും ചേർന്ന് തലയ്ക്കടിച്ചു കൊലപ്പെടുത്തി. സൊസൈറ്റി മുക്ക് സ്വദേശി സന്തോഷാണ് മരിച്ചത്. സംഭവത്തിൽ അച്ഛൻ രാമകൃഷ്ണൻ, സഹോദരൻ സനൽ എന്നിവരെ ശാസ്താംകോട്ട പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഈ മരിച്ച സന്തോഷ് കുമാറിന്റെ അച്ഛൻ രാവിലെ മെമ്പർ എന്ന നിലയിൽ എൻ്റെ വീട്ടിൽ വരികയും ഒരു 5:30 കാണും. 5:30 എൻ്റെ വീട്ടിൽ വന്നിട്ട് നിനക്ക് മകൻ തീർന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താണ് വിഷയം എന്ന് ചോദിച്ചവൻ പറഞ്ഞു അത് അവൻ ഭയങ്കര ബഹളമായിരുന്നു. ഞാൻ 10-12 വർഷമായിട്ട് സഹിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇനി എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അവനെ പിടിച്ച് തള്ളി തലയെന്ന് അടിച്ച് മരിച്ചതായിട്ട് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എത്ര സമയമായി കാണും? അത് ഇന്നലെ രാത്രി 8:30 പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതുവരെ നിങ്ങൾ ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോയാൽ എന്താ? അത് ഞാൻ കൊണ്ടുപോകുന്നില്ല, എനിക്കിനി ജീവിക്കാൻ, എനിക്ക് സഹിക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ ജയിലിൽ പോകാന്നുള്ളതാണ് പുള്ളി പറഞ്ഞത്. ആ സമയത്ത് ഞാൻ ആരെ കണ്ടാണെന്ന് വെച്ചപ്പോൾ പുള്ളിയുടെ മൂത്ത മകനോടുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ തൊട്ടുപുറകെ തന്നെ ഇവിടെ വന്ന് നോക്കുമ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ കട്ടിലെ മരിച്ചു കിടക്കുന്നതായിട്ട് കാണുന്നത്. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ലിജോ, ഇത് എന്താണ് സംഭവം? ഇങ്ങനെ മകനെ കൊലപ്പെടുത്താനുള്ളൊരു കാരണം എന്താണ്? അമൃത, ഇന്നലെ രാത്രിയാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. മൈനപ്പള്ളി സൊസൈറ്റി മുക്ക് സ്വദേശിയായിട്ടുള്ള സന്തോഷാണ് കൊല്ലപ്പെട്ടത്. ഈ കേസിന് ആസ്പദമായ സംഭവം സംബന്ധിച്ച് ശാസ്താംകോട്ട പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. രാത്രി, അതായത് ഈ സന്തോഷ് കുറച്ചധികം വർഷങ്ങളായി, ഏകദേശം 10 വർഷത്തിലധികമായി ചെറിയ മാനസിക പ്രശ്നങ്ങളെ തുടർന്ന് പലപ്പോഴായി ചികിത്സയിലൊക്കെ ആയിരുന്നു. അതിനുശേഷം വീട്ടിൽ വന്നതിന് ശേഷം ഈ സഹോദരനെയും പിതാവിനെയൊക്കെ ഉപദ്രവിക്കുക, അവിടെ ബഹളമുണ്ടാകുന്നതൊക്കെ സാധാരണ നടക്കാറുള്ള ഒരു കാര്യമെന്ന് അയൽക്കാർ പോലീസിന്റെ മൊഴി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും അത്തരത്തിൽ ബഹളമൊക്കെ ഉണ്ടാവുകയും ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അവസാനം ചികിത്സ കഴിഞ്ഞ് വീണ്ടും എത്തിയത്. അത്തരത്തിൽ ഉപദ്രവിക്കുന്ന ഒരു ഘട്ടമൊക്കെ എത്തിയതോടുകൂടെ തിരികെ ഈ വീട്ടുകാർ പ്രതികരിക്കുകയായിരുന്നു. ആദ്യം സഹോദരനെ ഉപദ്രവിച്ചു, സഹോദരൻ പിടിച്ചു തള്ളി. അതിന് പിന്നാലെ ഈ ഭിത്തിയിൽ ഇടിച്ച് മരണം സംഭവിച്ചെന്നുള്ളത് പോലീസ് പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല. ഈ തലയ്ക്ക് അല്ലാതെ ഒരു ദണ്ടുകൊണ്ട് അടിയേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തായാലും രണ്ടുപേരെയും, സഹോദരൻ സനലിനെയും അച്ഛൻ രാമകൃഷ്ണനെയും ശാസ്താംകോട്ട പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിശദമായി അവരുടെ കാര്യങ്ങൾ രണ്ടുപേരും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. എന്തായാലും മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ മാനസിക പ്രശ്നങ്ങളെ തുടർന്നുണ്ടായ ബഹളങ്ങൾ വീട്ടിൽ സ്ഥിരം സഹിക്കാൻ വയ്യാതെ അച്ഛൻ ഈ മെമ്പറോട് പറഞ്ഞിരിക്കുന്ന മൊഴിയും അതാണ്. 12 വർഷമായി സഹിക്കുന്നു, ഇനിയും ഇത്തരത്തിൽ സഹിച്ച് മുന്നോട്ട് പോകാൻ വയ്യ, ജയിലിലേക്ക് പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മെമ്പറെടുത്ത് നേരിട്ട്, അതായത് മറ്റാരുമല്ല ഈ പിതാവ് തന്നെ പോയി പറയുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്വേഷണവുമായി ശാസ്താംകോട്ട പോലീസ് മുന്നോട്ട് പോവുകയാണ്.